മണിയൂർ ഗ്രാമം ഞെട്ടണം. അസൂയാലിക്കളുടെ തലമണ്ടകൾ പടപടപടപടേന്ന് പൊട്ടിത്തെറിക്കണം. ഏതായാലും നീ ഇതിനൊന്ന് തുനിഞ്ഞിറങ്ങിയേ പറ്റൂ. ഇറങ്ങി ഏക്കോ ഏൽക്കണം. നടപ്പുള്ള കാര്യം പോലും പറയാൻ നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഫൽഗുനൻ ഫൽവാൻ പറയാറില്ല. ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസം വന്നില്ല. ഇനി തെളിവൊന്നും വേണ്ടല്ലോ. വേണ്ട. ഓനെ ഇതായിരുന്നു എന്റെ അളിയൻ. എന്റെ പൊന്നളിയാ കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ലടാ. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറിന്നോ ഞാൻ വിളമ്പാ. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. സാറിന്നോ ഞാൻ വിളമ്പാ. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ പ്രശ്നം സോൾവ് ആവട്ടെ. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? ഓടാ. ഈ കാര്യത്തിൽ എനിക്കൊരല്പം നിർബന്ധബുദ്ധി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. നാളെ മുതൽ മിന്നിത്തിളങ്ങുന്ന അഭ്രപാളികളിൽ പ്രദർശനം ആരംഭിക്കുന്നു. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. മിസൈല് വല്ലതും ഉണ്ടായിരുന്ന ഉള്ളില് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ലുക്ക വട്ടക്കേലിയെ ഖേദ് ഹേ. സൂപ്പർ ഹിറ്റ്. അയ്യോ എന്റെ മാഡം സാറ് കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. ഒരു മിനിറ്റ്. താനിതിനെ അനുഭവിക്കും. അനുഭവിക്കണോ നോക്കിക്കോ. ഇറക്കുന്ന പശുവിനെ കൊടുത്തിട്ട് വിത്തുകാളയെ മേടിച്ചതുപോലെ ആയല്ലോ എന്റെ അവസ്ഥ. ലാലേട്ടൻ തന്നെയാ താരം. പടം കലക്കി. ഒരു ഡയലോഗ് പോലും പറയാതെ എന്തായിരുന്നു ഭാവാഭിനയം. എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് നാച്ചുറൽ ആക്ടിങ്. പറഞ്ഞു പറഞ്ഞു വന്നപ്പോ പറയുന്നൊക്കെ സത്യം തോന്നുന്നു. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ലൈല മജ്നു പോലെ, ഈ നളനും ദയമന്തിയും പോലെ, യാചകനും കീചകനും പോലെ, എന്തുകൊണ്ടും നല്ല പൊരുത്തമാ. അതെ 100% പൊരുത്തം. സമർത്ഥൻ കൈയോട്. ഓ ഞാനൊന്ന് കൺകുളിർക്ക കാണട്ടെ എന്റെ കൊച്ചുമിടുക്കനെ. നിന്റെ തല ഭയങ്കര തന്നെ. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഇതൊന്നും ഒന്നുമല്ല, ബുദ്ധി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്താന്ന് വെച്ചാ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. പേടിച്ചു പോയി. ഒന്നും പറയണ്ട. അയ്യോ രോമാഞ്ചം കൊണ്ട് രോമാഞ്ചം. ഇത് വെറും ഒരു സൂചന മാത്രം. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം.